നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. വളരെ ഈസിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. പക്ഷേ പെർഫെക്റ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പലർക്കും അറിയില്ല. നമ്മളിന്നിവിടെ നല്ല സോഫ്റ്റായിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ളതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3 നാഴി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3/4 കിലോ പച്ചരി ഉണ്ടാവും. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. 1 മണിക്കൂറിന് ശേഷം അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനിത് ഒരു 4-5 തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പൊടിച്ചെടുക്കാനാണ്. പൊടിച്ചെടുക്കുമ്പോൾ ഇതിൽ തീരെ വെള്ളം പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ഓട്ടപാത്രം വെച്ച് കൊടുക്കുക. ഓട്ടപാത്രത്തിലേക്ക് നമുക്ക് ഈ അരിയെല്ലാം വാരിയിട്ട് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഓട്ടപാത്രം ഇല്ലെങ്കിൽ ഒരു തോർത്തിലോ തുണിയിലോ എന്തിലെങ്കിലും ഈ അരി ഇട്ടിട്ട് ഒന്ന് പരത്തിയിട്ടിട്ട് വെച്ചാൽ മതി. ഫാനിൻ്റെ ചോട്ടിൽ വെച്ചാൽ മതി. പെട്ടെന്ന് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചീർപ്പ് ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതിലൊരു 8 ചെറുപഴം ഉണ്ട്. അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുപഴം ചേർക്കുന്നത്. ഇത് മൈസൂർ പൂവമ്പഴമാണ്. മൈസൂർ പൂവമ്പഴം ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല മണവും കിട്ടും. ഇപ്പം നമ്മുടെ അരി വാരാൻ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. മുകളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ഇനി അടിയിൽ തന്നെ വെള്ളം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ തോർത്തിലൊന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട. കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 2.5 തവി അരി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ അരക്കലിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2.5 തവി അരി ഇട്ട് കൊടുത്തില്ലേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് തരിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു അരിപ്പല്ലേ, ഈ നൈസായിട്ടുള്ള ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി ഈ അരിപ്പയിലേക്ക് നമ്മളിപ്പോൾ ഈ മിക്സിയുടെ ജാറിലുള്ള പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. തരിയൊന്നും ചാടാതെ നൈസായിട്ടൊന്ന് തരിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ തരിച്ചെടുത്തിട്ടുണ്ട്. തരി കുറച്ച് മീതുണ്ട്. പൊടി നല്ല നൈസായ പൊടിയാണ് അടിയിൽ. ഇനി ഈ തരിയില്ലേ, ഈ അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ ആദ്യം മിക്സിയുടെ ജാറിൽ ഈ തരി ഇട്ട് കൊടുക്കുക. തരി ഇട്ടതിന് ശേഷം മീതെ നമ്മുടെ പൊടിക്കാത്ത അരി ഉണ്ടല്ലോ അത് കുറച്ചിട്ടിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ നമുക്ക് എല്ലാ അരിയും പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ള അരിയെല്ലാം പൊടിച്ചിട്ട് നന്നായിട്ട് തരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 600 ഗ്രാം ശർക്കര. 3 നാഴി അരിക്ക് 600 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ എടുത്ത് വെച്ച ശർക്കര എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു കപ്പ് വെള്ളമൊക്കെ, വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കണം. നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരിപ്പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. മാവ് മിക്സ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പാവൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ശർക്കരയുടെ കഷ്ണങ്ങളൊന്നും തീരെയില്ല. ഇനി ഈ ശർക്കര പാവ് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഈ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയിലേക്ക് ശർക്കര പാവ് ഒഴിച്ച് കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീരെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂടോടക്കനെ ശർക്കരപ്പാവ് ഒഴിച്ചാലേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പം മാവല്ല ശർക്കരപ്പാവ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീരെ കട്ട പാടില്ല. അപ്പോൾ തീരെ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാവില്ലേ, അത് മുഴുവനായിട്ട് ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. 600 ഗ്രാം ശർക്കരപ്പാവാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. കണ്ടില്ലേ, പാത്രത്തിലൊന്നുമില്ല, തീരെയില്ല. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നല്ല കറക്റ്റാണ്. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്ററും അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പം വെള്ളം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു അടച്ചു വെച്ചിട്ട് ഒരു 5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ച ചെറുപഴം ഉണ്ടല്ലോ
ആ പഴത്തിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പഴങ്ങളും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 8 പഴമാണ് എടുത്ത് വെച്ചത്, അതിൽ 8 ഇട്ടിട്ടില്ല, 7 പഴമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. 7 പഴം മതി നമ്മുടെ ഈ മുന്നാഴി അരിയുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, ശർക്കര പാവൊക്കെ ഉരുക്കിയിട്ട് പാർന്നിട്ടുള്ള മാവ് റെഡിയാക്കിയില്ല, അത് റെഡിയാക്കിയതിന് ശേഷം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പഴത്തിൻ്റെ കട്ടകളൊന്നുമില്ലാതെ മാവിൽ നേരെ മിക്സാക്കി എടുക്കണം. ഇനി അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെള്ളം അത് പാകത്തിനുള്ള വെള്ളമാണ്, കൂടുതലും ഇല്ല കുറവുമില്ല. ഇനി ഇതിൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ബാറ്റർ കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇതുപോലെ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം. ഇപ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മളിപ്പോൾ ഈ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചുമക്കനെ വറുത്തെടുക്കണം, ചുമന്ന കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അധികം എണ്ണയൊന്നും വേണ്ട, അതുപോലെ കുറച്ച് എണ്ണ മതി. തേങ്ങ ഇതുപോലെ വറുത്തെടുത്തിട്ട് അപ്പത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം കുറേ ദിവസം കേടുവരാതിരിക്കും. ഒരാഴ്ചയോളം അപ്പം കേടുവരാതിരിക്കാൻ ഇതുപോലെ തേങ്ങ വറുത്തിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് ചുമന്ന് വന്നാൽ മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ നേരെ മിക്സ് ആയിട്ടുണ്ട്. ബാറ്ററി ഇതാകണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. കൂടുതലായിട്ട് തിക്കും ആവണ്ട തിന്നും ആവണ്ട, ഇതുപോലെ മതി. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പച്ചട്ടിയുടെ ഓരോ കുഴിയിലേക്കും എല്ലാ കുഴിയിലേക്കും അത് നിറച്ചും എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ച മാവില്ലേ, അത് നേരെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഓരോ കുഴിയിലേക്കും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ആ കുഴിയില്ലേ, അപ്പക്കുഴി, അതിൻ്റെ ഒപ്പം വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം വെന്തിട്ട് വരുമ്പോൾ അത് ഒരുപാട് പൊന്തി മീതേക്ക് ഒഴുകി വരുള്ളൂ. അപ്പോൾ ആ കുഴിയുടെ ഒപ്പം വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഉള്ളിൽ നേരെ വെന്ത് കിട്ടില്ല. ഇപ്പോൾ അത് ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് എല്ലാ അപ്പങ്ങളും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടില്ലേ, ഇത്രയ്ക്ക് അങ്ങോട്ട് കളറായി വന്നാൽ മതി. ഇനി നമുക്കിതൊരു പപ്പടക്കോല കൊണ്ട് കുത്തിയെടുക്കാം. പപ്പടക്കോല കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയെടുത്താലും മതി, ഏതാ നിങ്ങൾക്ക് സൗകര്യം വെച്ചാൽ അതുപോലെ കോരിയെടുത്താൽ മതി. ഇത് പപ്പടക്കോല ആകുമ്പോൾ എണ്ണയൊക്കെ ഇതിലേക്ക് തന്നെ വാർന്ന് കിട്ടും. എണ്ണ കുറച്ചുകൂടി വാർന്ന് കിട്ടാൻ ഈസിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.